ഹലോ ഗൈസ്, പൊടിച്ചാലും ആഷിക് വിനോദ് വീടൊക്കെ എല്ലാവർക്കും ഒറ്റയിൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇറാനി ചാപ്റ്റർ 2. ഗൈസ്, എന്ത് ചെയ്യാണ് ഗൈസ്, നമ്മൾ എപ്പോൾ കളിച്ചിട്ട് തോറ്റു പോകാൻ. ഞാൻ ഇത് ക്യാമറ പിടിക്കാതെ കളിക്കുമ്പോൾ ഞാൻ ജയിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ കളിക്കുമ്പോൾ ഞാൻ തോറ്റു പോകും. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അധികം വൈകിപ്പിക്കുന്നില്ല, നേരെ ഗെയിമിലേക്ക് പോകാം. സ്റ്റാർട്ട്. ഗൈസ്, വീഡിയോയ്ക്ക് പോകുന്ന മുന്നേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഗൈസ്? അങ്ങനെ ഡേ 1 സ്റ്റാർട്ടായിട്ടുണ്ട്. ഗൈസ്, ഞാൻ ചെയ്യാൻ പോകുന്ന എസ്കേപ്പിൻ്റെ പേരല്ല നേരത്തെ പറഞ്ഞല്ലോ ഗൈസ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ മോനെ ഓടിക്കോ ഗൈസ്, ഗ്രാൻഡ് പ വരുന്നുണ്ട്. ഗ്രാൻഡ് പനെ പറ്റിക്കാൻ എളുപ്പമാണ് ഗൈസ്, കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ, ഗ്രാൻഡ് പ പോയി. എനിക്ക് ഗ്രാൻഡ് പ വരികയെ വരത്തില്ല, ഗൈസ്, പേടിക്കണ്ട ഗൈസ്. ഹെലികോപ്റ്റർ ആനുവൽ ഇട്ടിട്ടുണ്ട്, ഇത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഇവിടെ ഇനി വല്ലതും കാണുമ്പോൾ ഗൈസ്, ഇവിടെയും ഒന്നുമില്ല. നമുക്ക് ഇവിടെ നോക്കാതെ സ്പാർക്കിളിൻ്റെ ആവശ്യം നമ്മൾക്കില്ല. ഇവിടെ വല്ല ബോയിൽ ചെയ്തപ്പോൾ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. പീസൊക്കെ പിച്ചത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അത് നമുക്ക് ഈ മാറ്റിൻ്റെ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് അവിടെ വല്ല എന്തോ ഒരു ഗണ്ണില്ലേ, എന്തായിരുന്നു ഇലക്ട്രിക് എടുക്കുന്ന ഗണ്ണ്, ആ ഗണ്ണ് വല്ല ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ ചെയ്യണം. ഗൈസ്, ഇവിടെ ഇല്ല. ഇനി സ്പാനറോട് മുറുക്കണം. വെപ്പണിൻ്റെ ആവശ്യമുണ്ട്, കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട് ഗൈസ്. ഞാനിത് അങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്. എന്നാൽ നമ്മളെ ഗ്രാൻഡ് പേ എങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഇവിടെ ഗ്രാൻഡ് പ എല്ലാം ഉണ്ടോ? ഞാൻ പേടിച്ചാണ് ഗൈസ്. കത്തം ഗ്രാൻഡ് പേനെ ഓടിക്കാം. ഗ്രാൻഡ് പേ പുറകെ ഫോളോ ചെയ്യുന്നുണ്ട്. രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ ഇനി ഇങ്ങോട്ട് വരാൻ ചാൻസസ് ഇല്ല. എന്നാലും വന്നാലും ചെറിയ പേടി. സ്റ്റൺഗണ്ണിന് ഉണ്ടല്ലേ? ഇതെവിടെയോ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ സാധനം. സ്റ്റൺഗണ്ണിൻ്റെ സാധനമാണ് ഗൈസ്. ഇവിടെ ചിലപ്പം ഹെലികോപ്റ്റർക്ക് ഇരിക്കുന്ന സാധനമുണ്ട്. ഗ്ലാസ് വ്യൂസ് ഇതിൻ്റെ ആവശ്യം നമുക്കുണ്ട്. ഞാൻ നേരെ സ്റ്റൺഗണ്ണിലേക്ക് പോകുന്നില്ല, കാരണം ഇപ്പം എനിക്ക് താഴോട്ട് പോകാൻ പേടിയാണ്. കാരണം ഗ്രാൻഡ് പ അവിടെ കാണും. പിന്നെ ആ സ്റ്റൺഗണ്ണ് കൊണ്ട് അവിടെ പോയാൽ ചിലപ്പോൾ ഗ്രാൻഡ് പ നമ്മൾ അടിക്കും. ഞാൻ ഫ്രീ ആയിട്ട് ഡേ പോയി കിട്ടും. ഗൈസ്, ഇതെങ്ങനെ കാലത്തൊരു ഡേ പോയി കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കും ഗ്രാൻഡ് പ വന്നടിച്ചു. ഇതെന്താ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ എപ്പോഴെങ്കിലും ജയിക്കും ഇങ്ങനെ ഇട്ടിട്ട്. ഈ പ്രാവശ്യം നമുക്ക് നേരെ ഓടിയ സ്റ്റണ്ടറിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ഗ്രാൻഡ് പേട് തട്ടാം. ഓടിക്കോ ഓടി വിട്ടോ. ഈ സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഉണ്ട കിട്ടാത്ത ഈ സമയത്തുള്ള ഗ്രാൻഡ് പേ ഇങ്ങോട്ട് കയറി വരുമോ നമുക്കറിയാം. ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാം. എന്താണ് അതിൻ്റെ ഉദ്ദേശം? നീന്തിക്കട
കിടക്കാ കുറ്റിഷാജ്. സെക്യൂരിറ്റിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഓടി സെക്യൂരിറ്റി ഭാഗത്തേക്ക് പോകാം. ഇതേത് ഹോട്ടലാണ് ഗൈസ്? ഈ സാധനം പിക്ചറിൽ താഴെ വെച്ചേക്കുന്നത്. ഇതാരാ വെച്ചതെന്നൊന്നും എനിക്കറിയാൻ മേല. വല്ലാത്തൊരു ഇതാണ്. എന്തായാലും ഇവിടെ എല്ലാം കാണുമോ? ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ഒരു വെപ്പൺകി കാണുമായിരിക്കും. ഓ, ഇവിടെ ഒരു സാധനമില്ല. ഇവിടെയാണെങ്കിൽ ഒരു ഹാൻഡ് വീൽ മാത്രം. ഇനി ഇതും കൂടെ നമുക്ക് അവിടെ കൊണ്ടുവെക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റേ ഗ്രാൻഡ് പേഡും ഗ്രാൻഡിയുടെ ബെഡ്റൂമിൽ കാണും. അതിന് ചാൻസ് ഉണ്ട്. ഇപ്പം എങ്ങാനും ഗ്രാൻഡ് ഓടി വന്നു തീർന്നു മോനെ. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. വെപ്പൺ കീ കിട്ടി. നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. വെപ്പൺ എന്താ ഗൈസ്? ഗ്രാൻഡ് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഈ ഗ്രാൻഡ് ഓടി വന്നു തീർന്നു. ഇതുകൊണ്ട് കേസ് ഒരു ആമ കിട്ടാത്തത്. ഞാൻ സെൻസിറ്റിവിറ്റിന് കൂട്ടി വന്നു നോക്കി. നല്ല കേസ് നീനെ അടുത്ത് നോക്കിക്കുന്നത് ഓർഡറാ. പക്ഷെ ഹെഡ്ഷോട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഗൈസ് നമ്മൾ മറ്റേ ടോയ്ലറ്റിൽ പോയില്ലേ? ഇനി അവിടെ വല്ലതും കാണുമോ? ഓ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഓ ഗൈസ്, ഗ്ലിച്ചൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് സ്പാനർ എടുക്കാം. ഓ, ഞാൻ എന്നെ മണ്ടറ ഇതെടുത്ത് അവിടെ തന്നെ വെച്ചാൽ പോരായിരുന്നു. ഓ ഗൈസ്, എൻ്റെ പൊന്നെ ഗൈസ്, എനിക്ക് ഡോർ തുറന്നിട്ട് പോകാനായിരുന്നു. ഇപ്പൊ ഞാൻ ഉറക്കമായിരിക്കുമല്ലേ ഗൈസ്? ചിലപ്പോൾ അവിടെ ആയിരിക്കും നമ്മളുടെ ഹെലികോപ്റ്റർക്ക്. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. ഇപ്പോൾ ഗ്രാൻഡ് ഓടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഹെലികോപ്റ്ററൊക്കെ എടുത്തിട്ട് ഒളിപ്പിച്ചിടും. എന്നാലും ആ പിക്ചർ എവിടെയായിരിക്കും ഗൈസ്? ഓ ഗൈസ്, നമ്മൾ ഒരു സ്ഥലം നോക്കാൻ മറന്നു. ഗ്യാസ് ഓയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. മുകളിൽ വരെ ഉണ്ടോ?
സ്ട്രോ ബാർ കിട്ടി. പീസ് ഓഫ് പിക്ചറും കൂടെ കിട്ടിയ സാധനങ്ങളെല്ലാം റെഡി. ഡക്ക് ടേപ്പ് പിന്നെ എവിടെ കിട്ടുന്നത് എനിക്കറിയാം, താഴെ തന്നെ ആയിരിക്കും. ഇവിടെയായിരുന്നു മറ്റേ സാധനം, അല്ല അപ്പുറത്തായിരുന്നല്ലേ. ഇവിടെ ഇപ്പം ഗ്യാസ് ഓയിലും കിട്ടി. ഓ ഇതെന്താണ് ഗൈസ്, ഇവിടെ ഗ്യാസ് ഓയിലിനെല്ലാം മറ്റേ സാധനമെല്ലാം കാണുമോ? ചേ ഇതിന് അവിടെ പോയി. രണ്ട് കേസ് നമ്മൾ തപ്പിക്കൊണ്ടിരുന്ന സാധനം. ക്യാമ്പില്ല പഠിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ സാധനങ്ങളെല്ലാം റെഡി ആയെന്ന് തോന്നുന്നു. ഞാൻ വെടിവെക്കൽ ചാലഞ്ചാണ് ഇത്. സ്റ്റാൻഡ് കൊടുക്കാറുണ്ട് ഗൈസ്. ഞാൻ പാനി കൊടുക്കാനില്ല. മണ്ടയിലോട്ട് പോകുന്നതാണ് എനിക്ക് പേടിയായിട്ടുള്ള കാരണം മണ്ടേന്ന് വല്ല ഗ്രാൻഡ് കയറി വരുവാണല്ലോ. എനിക്ക് അപ്പുറത്തുനിന്ന് വേണം ചെയ്തിട്ട് വരായിരുന്നു. ഇപ്പം എങ്ങാനും ഗ്രാൻഡ് കണ്ടുവാണെങ്കിൽ തീർന്നു. ഗ്രാൻഡ് ഓടിക്കോ ഗൈസ്. ഗൈസ് കയറാനും കൂടെ പറ്റുന്നുണ്ട്. മേടിച്ചു പോയിക്കോ. കുണ്ട ഫുൾ നിറയ്ക്കാം. ഇതൊന്നും അറിയാത്ത വിശദമുണ്ടോ? ഇത്രയും ഉണ്ടകളും എനിക്ക് തരുന്നെങ്കിൽ പുണ്യം വയ്ക്കാം. ഗൈസ് അങ്ങനെ ഫസ്റ്റ് ബോൾ തന്നെ കൊണ്ടു. സെക്കൻഡ് ഉണ്ടില്ല. ഇത്ര ആമോസാണ് ഗൈസ്. ഇത് അൺലിമിറ്റഡ് ഇൻഫിനിറ്റി വേണം കേട്ടോ ഗൈസ്. ഇതൊന്നും ഗൈസ് വരാത്തത്. രണ്ടാമത്തെ കിട്ടി. ഇനി അതും കൂടെ ഗേസിൻ്റെ ഉണ്ടാടെ വരവോ. ഇതാണ് ഗേസിൻ്റെ കുഴപ്പം. ഉണ്ട വരുവാണെങ്കിൽ എപ്പോഴും വരണം, അല്ല ഇത് കരിയുമ്പോൾ പോവുകയാണെങ്കിൽ എന്താ ഉണ്ട. ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഗ്രാൻഡ് കാർഡ് ഉണ്ട്. കഥം എല്ലാ ഗൈസ് ഗ്ലാസ് ഫ്യൂസിൻ്റെ ആവശ്യം നമുക്കുണ്ടല്ലോ. ഗ്ലാസ് ഫ്യൂസും കൂടെ കഴിയുവാണെങ്കിൽ വേറെ ടാസ്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അവിടെ എത്തും. അത് കഴിഞ്ഞാണ് ഗ്യാസ് ഫ്യൂസിൻ്റെയും ഡക്ക് ടേപ്പിൻ്റെ ആവശ്യം. ഡക്ക് ടേപ്പിനെ അവിടെ പോയിടിക്കാൻ എന്നെ കൊണ്ടുപോയി. എന്തായാലും പോയല്ലേ പറ്റൂ. ഇപ്പോഴേ അവിടെ നിന്ന് വെച്ചറിഞ്ഞേക്കാം.
ഇത് കിട്ടിയിട്ടുണ്ട്. വരുന്നുണ്ടല്ലോ വളവാന്. കാറ്റുണ്ട് സാധനത്തിൻ്റെ നോക്കിയത് എനിക്ക് താരം വരെ പൊറ്റു വരാം. താര എത്തി അവിടെ എങ്ങാനും ഉണ്ടാക്കിട്ടേ ഇല്ലെങ്കിൽ നമ്മൾ ചമ്മിപ്പോയി. ഇല്ലെങ്കിൽ ഉണ്ടോ? ഉണ്ട് കേസ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ വിചാരിക്കാം. കാരണം നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടി. ഹെലികോപ്റ്റർ കീ കിട്ടിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ കീ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്കിനി എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി മണ്ടയിടാം. ഇവിടെ ഇടാം. താഴോട്ട് പോവാം. ഇങ്ങനെ എടുക്കാം. മണ്ടയിലോട്ട് പോകാം. ഡ്രോപ്പ് ചെയ്യാം. താഴോട്ട് പോവാം. ഹെലികോപ്റ്റർക്ക് എടുക്കാം. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല. ഇത് കിട്ടി. ഗ്യാസ് ഓയിൽ നമുക്ക് കൊണ്ടുപോയി ഫില്ല് ചെയ്യാം. ഗ്യാസ് ഓയിൽ നമ്മൾ ഇവിടെയല്ല ഫില്ല് ചെയ്യാറ്. ഇത് ഫുൾ ഫില്ല് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഗൈസ്, ഇനി നമുക്കൊന്നും ചെയ്യണ്ട. സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഹെലികോപ്റ്റർക്കും കൂടെ കിട്ടിയാൽ മതി. ഗൈസ്, അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻജിൻ സ്റ്റാർട്ട്. ഗൈസ്, അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഇനി നമുക്ക് ബോട്ട് എസ്കേപ്പും മെയിൻ ഡോർ എസ്കേപ്പുമാണ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ ഏത് ഇരാനി ചാപ്റ്റർ വേണം, അല്ലെങ്കിൽ വേറെ വല്ല ഗെയിം വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ. ആദ്യം നമുക്ക് ഇതൊക്കെ കാണാമല്ലേ. മോനെ ഗൈസ്, പിന്നെ ഒരു കാര്യം പറയാൻ വന്നു. നമുക്ക് 2K ആകാൻ ഇനി വളരെ കുറച്ച് സബ്സ്ക്രൈബും കൂടെ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പം പെട്ടെന്ന്